they are in E. Okay. Können Sie Ihren Nachnamen buchstabieren? S. Esther. Hmm. Okay, good. Elsa, Yes, no. good luck in എന്നാ പറയുന്നത്? Good luck. Viel Glück. See you soon. Bis bald. Okay, können Sie Ihren Nachnamen buchstabieren? Nachnameയാണോ മാം? Nachnamen. R A J E. Reggie. Ah. Okay, können Sie Ihren Vornamen buchstabieren? A L S R. S ആണോ ഇസഡിന് പറയും? Z അല്ല മാം, S ആണ്. S ആണോ? Okay. Okay, Mohammed Saif. Mohammed Saif. Yes. ഫോർമലി ബൈ പറയുന്നത് എങ്ങനെയാ? ഫോർമലി ബൈ പറയുന്നത് എങ്ങനെയാ? Yes. അത് ഇൻഫോർമൽ. ഫോർമൽ ആണെങ്കിൽ ഒപ്പിയുടെ സെയിം. ടെലിഫോൺ കോളിൽ കൂടെ ആണെങ്കിൽ ഒപ്പിയുടെ ക്യൂർ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹാർട്ട്ഫെൽ കൺഗ്രാറ്റുലേഷൻസ്. Herzlichen Glückwunsch. Okay, good. Können Sie Ihren Vornamen buchstabieren? M O O O M M A D. Okay. Können Sie Ihren Nachnamen buchstabieren? F R E F. Okay. Dia. Ma'am. Good evening. Good evening. Aina Sharma. Good evening. Good morning. Good morning. Good afternoon. Good afternoon. Guten Tag. See you soon. This band. See you tomorrow. This morning. Okay. Können Sie Ihren Nachnamen buchstabieren? R O S E L. Okay. Lindsay. Lindsay. Yes, ma'am. Können Sie Ihren Vornamen buchstabieren? L L. A N Zai. Say. Say. Epsilon. Okay. ലിൻസി നിരഞ്ജനയുടെ അടുത്ത് ലാസ്റ്റ് നെയിം സ്പെല്ല് ചെയ്യാവോ എന്ന് ചോദിച്ചേ. നിരഞ്ജന നാമി ബുക്സ്റ്റാബൻ. അതെങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ടൈപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ടാണ്. ക്യോന്നൻസി ഇയറൻ നാഹ്നാമൻ ബുക്സ്റ്റാബിയറൻ. ക്യോന്നൻസി. ഇന്നത്തെ നോട്ടായിരുന്നോ? അല്ല, ഇന്നലെ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നോ? ഇട്ടിട്ടില്ലായിരുന്നല്ലേ? ഇല്ല. ഓക്കെ, എന്നാ ഞാനത് അയച്ചുതരാം. ഓക്കെ, അത് ചോദിക്കുന്നത് ക്യോന്നൻസി ഇയറൻ ലാസ്റ്റ് നെയിം ആണെങ്കിൽ നാഹ്നാമെന്നും ഫസ്റ്റ് നെയിം ആണെങ്കിൽ ഫോർനാമെന്നും ബുക്സ്റ്റാബിയറൻ. അങ്ങനെയാ. ക്യോന്നൻസി ഇയറൻ ഫോർനാമൻ ബുക്സ്റ്റാബിയറൻ ഓർഡർ ക്യോന്നൻസി ഇയറൻ നാഹ്നാമൻ ബുക്സ്റ്റാബിയറൻ. ഓക്കെ. ഓക്കെ, ഗുഡ് നൈറ്റിന് എന്താ പറയാ?
Good day night. Good luck. Field look. Good luck. Okay. Best wishes. Best. Yeah. Blessed and Wednesday. Best and Wednesday. Blessed and Wednesday. 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 Okay. Heartfelt congrats. Translation. Glückwunsch. Okay. Niranjana. ആഷിഖ്. നിരഞ്ജന കേക്കാവോ? ഹലോ. നിരഞ്ജന കേക്കാം. കേക്കാവോ? ഓക്കെ. ഗുഡ് ഡേ എന്താ പറയാ? കേക്കാം. ഗുഡ് ഡേ. ഓക്കെ. ഗുഡ് ആൻഡ് ടാഗ്. ഗുഡ് ആൻഡ് ടാഗ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Good night. See you later. Good night. See you later. Good night. Good night. Good night. See you later. Bis später. Bis morgen. Bis morgen. See you tomorrow. Okay. Können Sie Ihren Vornamen buchstabieren? N-E-R-A-N-J-A-N. A-N-A. Okay. Ashik. Ashik. കേട്ടു. N-E-R-A-N-J-A-N. Okay. Ashik. Good Abend. Hello. കേൾക്കാൻ. Good evening. Okay. Best wishes. Field look. Best wishes. Feel good luck. Okay. That's it. ഏറെക്കുറെ അതുമായിട്ട് സാമ്യം തന്നെയാ ജർമ്മനും. ബെസ്റ്റ് വിഷസ്. Western Wünsche. Western Wünsche. Okay. Können Sie Ihren Vornamen buchstabieren? A-S-H-I-Q. Okay. Können Sie Ihren Nachnamen buchstabieren? M-U-H-A-M-M-A-D. Okay. പിന്നെ ഇൻഫോർമലി ബൈ പറയുന്നത് എങ്ങനെയാ? Choose. Ciao. ഓക്കെ. എല്ലാ വേർഡിന്റെ പ്രൊനൗൺസിയേഷനും പിന്നെ നമ്മുടെ പേര് ബുക്സ്റ്റാബിയറും ചെയ്യാനും എല്ലാവർക്കും അറിയാലോ അല്ലെ? അത് ചോദിക്കുന്നത് ഇതിന്റെ കറക്റ്റ് മീനിങ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ടോ. ഓക്കെ. ക്യാൻ യു സ്പെൽ യുവർ ഫസ്റ്റ് നെയിം? ഫസ്റ്റിന് പറയുന്നത് ആദ്യത്തേത് ക്യോനൻസി ഇയർ ആൻഡ് ഫോർനാമൻ ബുക്സ്റ്റാബിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻ യു സ്പെൽ യുവർ ഫസ്റ്റ് നെയിം? ഓക്കെ. ഇനി ക്യോനൻസി ഇയർ ആൻഡ് നാഫ്നാമൻ ബുക്സ്റ്റാബിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻ യു സ്പെൽ യുവർ ലാസ്റ്റ് നെയിം? ഓക്കെ. മനസ്സിലായോ മാനവ്? മനസ്സിലായി. അപ്പൊ ക്യോനൻസി ഇയർ ആൻഡ് ഫോർനാമൻ ബുക്സ്റ്റാബിയർ എന്ന് വെച്ചാൽ എന്നാ? നമ്മുടെ ഫസ്റ്റ് മനസ്സിലായി. ഞാൻ അതല്ല അതൊക്കെ ക്യാൻ യു എന്നുള്ളതാണെങ്കിൽ ക്യോനൻസി. ഓക്കെ. നെക്സ്റ്റ് പറയട്ടെ. ഇതുവരെയുള്ളതെല്ലാം ഓക്കെ അല്ലേ? പറയട്ടെ മാനവ്? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഹോയ്ഫിഗർ റേഡമെറ്റൽ ആണ്. ഹോയ്ഫിഗർ റേഡമെറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ഫ്രേസസ്. ഓക്കെ. ഹോയ്ഫിഗർ റേഡമെറ്റൽ. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് താങ്ക് യു പറയാനാണ്. താങ്ക് യുന്ന് പറയുന്നത്
ഡാങ്കെ ഡാങ്കെ എന്ന് പറയാം, അല്ലെങ്കിൽ ഡാങ്കെ ഷൂ. ഡാങ്കെ അല്ലെങ്കിൽ ഡാങ്കെ ഷൂ. ഓക്കെ, നെക്സ്റ്റ് താങ്ക് യു സോ മച്ച് അത് പറയുന്നത് ഫീലൻ ഡാങ്ക്. ഫീലൻ ഡാങ്ക്. ഓക്കെ, ഇനി വെൽക്കം. വെൽക്കം എന്ന് പറയുന്നത് വിറ്റെ. വിറ്റെ അല്ലെങ്കിൽ വിറ്റെ ഷൂ. ഓക്കെ, പിന്നെ വിറ്റേക്ക് വേറൊരു അർത്ഥവും കൂടി ഉണ്ട്, പ്ലീസ് എന്നൊരു അർത്ഥവും കൂടി ഉണ്ട്. പ്ലീസ് അതിന് പറയാനും നമ്മൾ വിറ്റേന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, häufige Redemittel, common phrases. häufige Redemittel. Okay. Thank you, danke oder danke schön. Thank you so much, vielen Dank, bitte, bitte schön, welcome, bitte, please. Okay. മാനവ് വായിച്ചേ. Danke, danke schön, danke, vielen Dank, danke, bitte, bitte schön, welcome, bitte, please. ഓക്കെ, നീലാംബരി. മാം ആ കോമൺ ഫ്രേസിന് എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നത് നിങ്ങളോട് പറഞ്ഞത്? häufige Redemittel. ഒഴിഫിഗെ Redemittel. റേഡേമിറ്റ്. ആ പിന്നെ ഡാങ്കെ താങ്ക് യു, ഡാങ്കെ ഷോ, പിന്നെ Schön. ഡാങ്കെ Schön. ഷൂൺ. ഓക്കെ, പിന്നെ ഫീലൻ ഡാങ്ക് താങ്ക് യു സോ മച്ച്, ബിറ്റെ അല്ലെങ്കിൽ ബിറ്റേഷൻ വെൽക്കം, Bitte schön. ബിറ്റേഷൻ, പിന്നെ ബിറ്റെ പ്ലീസ്. Okay. Next, Sumit. ഹലോ, വായിച്ചു. ഇത് ഫസ്റ്റ് ഡേ ക്ലാസ് ആണ് മാം. ഗ്രൂപ്പിലല്ലേ? ഇല്ല, ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ഗ്രൂപ്പിൽ ഇപ്പൊ നോട്ട് അയച്ചത് കണ്ടോ? ഒരു മിനിറ്റ്. കണ്ടു. അതില് നമ്മള് സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുന്നത് häufige Redemittel. häufige Redemittel എന്ന് വെച്ചാൽ കോമൺ ഫ്രേസസ്. ഓക്കെ, അത് വായിക്കാൻ ട്രൈ ചെയ്ത്. അത് ഏതാ? ഫസ്റ്റ് അയച്ചിട്ടുള്ള ഇതാണോ, നോട്ടാണോ? അതെ, ഡാങ്കെ ഡാങ്കെ ഷോ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു നമുക്ക് എഴുതിയിട്ടുള്ള. ഡാങ്കെ ഷോൺ. ഡാങ്കെ ഷോൺ അല്ല, ഡാങ്കെ ഷോൺ. ഡാങ്കെ ഷോൺ. ഫീലൻ ഡാങ്ക്. എന്താ മാം കേട്ടില്ല? ഫീലൻ ഡാങ്ക്. വിക്ക് എഫിന്റെ പ്രൊനൗൺസിയേഷൻ ആ ജർമ്മനില്. അപ്പൊ ഫീലൻ ഡാങ്ക്. ഫീലൻ ഡാങ്ക്. ഡാങ്ക് ഡാങ്ക്. ഡാങ്ക്. ബിറ്റെ ഷോൺ. ബിറ്റെ ഷോൺ. ബിറ്റെ ഷോൺ. ബിറ്റെ ഷോൺ. ബിറ്റേക്ക് വെൽക്കം എന്നും അർത്ഥമുണ്ട്, പ്ലീസ് എന്നും അർത്ഥമുണ്ട്. ഓക്കെ. ഓക്കെ, ഒന്നും കൂടെ ഒന്ന് വായിച്ചേ. ഡാങ്കെ ഡാങ്കെ ഷോൺ, ബിറ്റെ ഡാങ്ക്, ഫീലൻ ഡാങ്ക്. ഫീലൻ ഡാങ്ക്. ഫീലൻ ഡാങ്ക്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഫോർത്ത് വൺ എന്താന്ന് പറയാനാ? ഫോർത്ത് വൺ എന്താന്ന് പറയോ? ഫോർത്ത് വൺ ബിറ്റേന്ന് തന്നെയാ. ഫിഫ്ത് വണ്ണോ? നമ്മൾ 4 എണ്ണം ഇപ്പൊ പറഞ്ഞുള്ളൂ. ഡാങ്കെ ഡാങ്കെ ഷൂൺ, ഫീലൻ ഡാങ്ക്, ബിറ്റെ ബിറ്റെ ഷൂൺ, ബിറ്റെ. ഓക്കെ. ഓക്കെ, ഇവര് കുറച്ചുകൂടി ചോയ്സ് ചെയ്യേണ്ട ഒന്നും കൂടി ചോദിക്കേ. അപ്പൊ ഒന്ന് പ്രൊനൗൺസിയേഷൻ നോക്കി വെച്ചോളെ. ഓക്കെ, ശരി. ലിൻസി. ലിൻസി വായിച്ചു. ഡാങ്കെ ഡാങ്കെ ഷ്യോൺ താങ്ക് യു, ഫീലൻ ഡാങ്ക് താങ്ക് യു സോ മച്ച്, ബിറ്റെ ഷ്യോൺ വെൽക്കം, ബിറ്റെ പ്ലീസ്. ഇത് ഷോൺ എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾ അവിടെ ഉള്ളോട്ട് ഇല്ലെങ്കിൽ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഷോൺ എന്ന് തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഒരു വേർഡ് ഉണ്ട് ജർമ്മനില്, അതിന്റെ അർത്ഥം ഓൾറെഡി എന്നാണ്. ഇത് ഷൂൺ എന്നാ പറയുന്നത്. ഇത് ബ്യൂട്ടിഫുൾ എന്നുള്ള ഒരു അർത്ഥമാണ്. ഓക്കെ,
അപ്പൊ ഡാങ്കെ ഓർഡർ ഡാങ്കെ ഷൂൺ. ഓക്കെ, നിരഞ്ജന വായിച്ചേ. നിരഞ്ജന. ആഷിഖ്. ഹലോ. നിരഞ്ജന വായിച്ചു. ഡാങ്കെ ഡാങ്കേഷൻ ഫീലൻ ഡാങ്ക് ബിറ്റെ ബിറ്റെ ഷോൺ ബിറ്റെ. ഓക്കെ, എൽസ. ആഷിഖ് വായിച്ചു. ആഷിഖ്. Danke, danke schön. Vielen Dank. Bitte, bitte schön. Entschuldigung, Sie bitte. Entschuldigung, bitte. Es tut mir leid. Wie bitte? Noch einmal bitte. Bitte wiederholen Sie. Sprechen Sie Deutsch. Ich spreche kein Deutsch. Full വായിക്കണോ അത്? വേണ്ട. ഓക്കെ, ദിയ. വായിച്ചു. Danke, danke schön, thank you. Vielen Dank, thank you so much. Bitte, bitte schön, welcome. Bitte, please. ഓക്കെ, എൽസ വായിച്ചു. ഡാങ്കെ ഡാങ്കെ ഷോൺ ഫീലൻ ഡാങ്ക് ബിറ്റെ ബിറ്റെ ഷോൺ ബിറ്റെ. മുഹമ്മദ്. മുഹമ്മദ്. Danke, danke schön. Bitte, bitte schön. Vielen Dank. Bitte. ഓക്കെ, നിതീഷ്. നിതീഷ് Yes, ma'am. വായിച്ചു. Danke schön, thank you. Vielen Dank, thank you so much. Bitte, bitte schön, welcome. Bitte, please. ഓക്കെ, സുമിത് പറഞ്ഞോ. വായിച്ചു. Danke schön, thank you. Vielen Dank, thank you so much. Bitte, schön, bitte, please. ഓക്കെ, വീലൻ അല്ല ഫീലൻ. ഫീലൻ ഡാങ്ക്. എങ്ങനെ മാം കേട്ടില്ല? ഫീലൻ. ഫീലൻ വി കെഫിന്റെ പ്രൊനൗൺസിയേഷനാ ജർമ്മനില്. അപ്പൊ ഫീലൻ. മാം അത് ഇത് ജർമ്മനിൽ ചെയ്യുന്ന സമയത്ത് ഇതേ സ്പെല്ലിംഗാണ് അപ്പോൾ യൂസ് ചെയ്യുന്നത്? ആൽഫബറ്റ്സ് സെയിമാ, പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. അതാ പറഞ്ഞ വിക്ക് ജർമ്മനിലെ എഫിന്റെ പ്രൊനൗൺസിയേഷനാ. അപ്പൊ ഇത് ഫീലൻ എന്നാ വായിക്കുന്നത്. ഫീലൻ. Vielen. ഓക്കെ, നെക്സ്റ്റ് എൻഷുൾഡിഗൻ സി ബിറ്റെ. ഓക്കെ, എന്ന് വെച്ചാല് എക്സ്ക്യൂസ് മീ എന്നുള്ളതാണ്. ഇത് ഫോർമൽ ആണ്. നമ്മൾ ഫോർമൽ സിറ്റുവേഷൻസിലാണ് ഈ എൻഷുൾഡിഗൻ സി ബിറ്റെ എന്ന് യൂസ് ചെയ്യുന്നത്. എക്സ്ക്യൂസ് മീ പ്ലീസ് എന്നാ. എൻഷുൾഡിഗൻ സി ബിറ്റെ. പ്രൊനൗൺസിയേഷൻ ബുദ്ധിമുട്ടുള്ളവർ മലയാളത്തിൽ എഴുതി വെച്ചോ. എൻഷുൾഡിഗൻ സി ബിറ്റെ ഇത് ഫോർമൽ ആണ്. നെക്സ്റ്റ് വൺ എൻഷുൾഡിഗും ബിറ്റെ. ഇത് ഇൻഫോർമൽ ആണ്. പിന്നെ ഈ എൻഷുൾഡിഗും നമ്മൾ അപ്പോളജി എന്നൊരു അർത്ഥവും കൂടെ ഉണ്ട്. ഓക്കെ, എൻഷുൾഡിഗും ബിറ്റെ എക്സ്ക്യൂസ് മീ പ്ലീസ്. ഓക്കെ, ഇത് ഇൻഫോർമൽ ആണ്. എൻഷുൾഡിഗൻ സി ബിറ്റെ എന്ന് പറയുന്നത് ഫോർമൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എസ് തുത് മിയർ ലൈഡ്. എസ് തുത് മിയർ ലൈഡ്. എസ് തുത് മിയർ ലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം സോറി. ഓക്കെ, പിന്നെ ഇനി അടുത്തത് ഒരാളൊരു കാര്യം പറഞ്ഞു, നമുക്കത് മനസ്സിലായില്ല, അപ്പം നമുക്കത് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനാണെങ്കിൽ നമുക്ക് വി ബിറ്റെ എന്ന് കുറച്ച് വെക്കാം. എനിക്ക് മനസ്സിലായില്ല എന്നുള്ളൊരു അർത്ഥമാണ് വി ബിറ്റെ. ഓക്കെ, ഇനി അടുത്തത് നോഹ് ഐൻമാൽ ബിറ്റെ. നോഹ് ഐൻമാൽ ബിറ്റെ എന്ന് വെച്ചാൽ വൺസ് എഗെയിൻ പ്ലീസ്. ഓക്കെ, എൻഷുൾഡിഗൻ സി ബിറ്റെ, എൻഷുൾഡിഗും ബിറ്റെ, es tut mir leid, wie bitte, noch einmal bitte. ഓക്കെ, നെക്സ്റ്റ് വൺ ബിറ്റെ വീഡർഹോളൻ സി. ഇതിനർത്ഥം പ്ലീസ് റിപ്പീറ്റ് എന്നുള്ളത് തന്നെയാണ്. ഇതും ഫോർമൽ ആണ്. ഓക്കെ, നോ ഐൻമാൽ ബിറ്റെ എന്ന് പറഞ്ഞാൽ വൺസ് അഗൈൻ പ്ലീസ്. ബിറ്റെ വീഡർഹോളൻ സി എന്നുള്ളതും പ്ലീസ് റിപ്പീറ്റ് എന്ന് തന്നെയാണ്. ഇതും ഫോർമൽ ആണ്. ഓക്കെ, എൻഷുൾഡിഗൻ സി ബിറ്റെ, എൻഷുൾഡിഗും ബിറ്റെ, es tut mir leid, wie bitte, noch einmal bitte,
ബിറ്റെ വീഡർ ഹോളൻ സി. ഓക്കെ, ആഷിഖ് ഒന്ന് വായിച്ചേ. ആഷിഖ് ഒന്ന് സ്ലോയില് പറഞ്ഞുതരാവോ? ഇപ്പൊ ശേഷം എല്ലാത്തിന്റെയും വേണം. ഓക്കെ, Entschuldigen Sie bitte. Entschuldigen Sie bitte. ഓക്കെ, അത് നിങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ചു. Entschuldigen Sie bitte. ലിൻസി ഒന്ന് പറയാൻ നോക്കിക്കേ. Entschuldigen Sie bitte. Entschuldigen Sie bitte. ഓക്കെ, Entschuldigung bitte. പറ. Entschuldigen. Entschuldigung bitte. Entschuldigung bitte. Es tut mir leid. Es tut mir leid. Wie bitte? Wie bitte? Noch einmal bitte. No. Einmal bitte. Bitte wiederholen Sie. Bitte wiederholen Sie. ഓക്കെ, എല്ലാം വേർഡിനും കിട്ടിയോ? ആ. ഓക്കെ, ഒന്ന് തന്നെ വായിച്ചേ. Entschuldigen Sie bitte. Entschuldigung bitte. Es tut mir leid. Mir leid. Es tut mir leid. Wie bitte? Noch einmal bitte. Bitte Noch einmal bitte. noch einmal bitte. Bitte wiederholen Sie. ഓക്കെ, ആഷിഖ്. Entschuldigen Sie bitte. Entschuldigen bitte. Es tut mir leid. Wie bitte? Noch einmal bitte. Bitte wiederholen Sie. ഓക്കെ, ഗുഡ്. ദിയാറോസ്. Ma'am, Entschuldigen Sie bitte. Entschuldigung bitte. Es tut mir leid. Wie bitte? Noch മിയർ mal. ലൈഡ്. എന്താ ma'am? മിയർ ലൈഡ്. Leid. Wie bitte? Noch einmal bitte. Bitte wiederholen Sie. ഓക്കെ, ഏർലി നന്ന മാറ്റി. Yes, ma'am. വായിച്ചു. Entschuldigen Sie bitte. Entschuldigen bitte. Es tut mir leid. ലൈഡ്. Leid. Wie bitte? No. Noch einmal bitte. Einmal bitte. Einmal bitte. Bitte wiederholen Sie. Bitte wiederholen Sie. See. Okay, Elsa. Entschuldigen Sie bitte. Entschuldigung bitte. Es tut mir leid. Es tut mir leid. Es tut mir leid. Wie bitte? Noch einmal bitte. Noch einmal bitte. Bitte wiederholen Sie. Okay, Kailas. Entschuldigen Sie bitte. ഇതല്ലേ? ഒന്നും കൂടെ പറഞ്ഞേ. Entschuldigen Sie bitte. Entschuldigen Sie bitte. Okay. Entschuldigen Sie bitte. Entschuldigen bitte. Entschuldigung bitte. Digun bitte. Es tut mir leid. Es tut mir leid. Es tut mir leid. Wie bitte? Wie bitte? Nos einmal bitte. Kerala. Wie bitte? Wie bitte? Nos einmal bitte. Noch einmal bitte.
I Nog Airmal Bitte. Bitte Wide Holland Say. വീടർ ഹോളൻസി. Vader Holland Say. സി നമ്മുടെ C. ABCയിലെ സിയുടെ പ്രൊനൗൺസിയേഷൻ ആണ്. ഓക്കെ, ആ. വീടർ ഹോളൻ സി. ഓക്കെ, മാനവ് Yes, ma'am. വായിച്ചു. Emphasizing say bitte, Entschuldigung bitte, es tut mir leid, wie bitte, noch einmal bitte, bitte wiederholen Sie. ഓക്കെ, ഗുഡ്. മുഹമ്മദ് സെയ്ഫ് Yes. വായിച്ചു. Excuse me, Entschuldigung Sie bitte. Mm. Excuse me, please. Entschuldigung bitte. Mm. I'm sorry, es tut mir leid. Mm. I beg your pardon, wie bitte. Mm. Once again, please. Noch einmal bitte. Mm. And please repeat, bitte wiederholen Sie. ഓക്കെ, ഗുഡ്. നീലാംബരി ഞാൻ പറയട്ടെ. ആ. Entschuldigen Sie bitte, Entschuldigung bitte, es tut mir leid, wie bitte, noch einmal bitte, bitte wiederholen Sie. ഓക്കെ, ഗുഡ്. നിതീഷ് Yes, ma'am. വായിച്ചു. Entschuldigen Sie bitte. Entschuldigen bitte. എൻഷുൾഡിഗും ബിറ്റ് Entschuldigen bitte. Es tut mir leid. Wie bitte. Noch einmal bitte. Noch einmal bitte. Bitte wiederholen Sie. ഓക്കെ. നിരഞ്ജന Entschuldigen Sie bitte, Entschuldigung bitte, es tut mir leid, wie bitte, noch ലൈക്ക് noch ഐൻമാൻ. einmal bitte, bitte wiederholen Sie. ഓക്കെ, സുമിത് Yes, ma'am. വായിച്ചു. Sehr bitte. Entschuldigen bitte. Es tut mir leid. Why bitte? Not in animal bitte. Bitte. Wide Holland See. ആ, നിക്ക്. എൻഷുൾഡിഗൻ സി ബിറ്റ്. Entschuldigen Sie bitte. ഓ, എൻഷുൾഡിഗൻ Entschuldigen സി ബിറ്റ്. Sie bitte. സി മറ്റേ C. ABCയിലെ സി. Entschuldigen Sie bitte. എൻഷുൾഡിഗൻ സി ബിറ്റ്. Entschuldigen Sie bitte. ഓക്കെ, എൻഷുൾഡിഗും ബിറ്റ്. Entschuldigen Digen bitte. ഓക്കെ, es tut mir leid. Mir leid. ഓക്കെ, wie bitte. Wie bitte. ഓക്കെ, noch einmal bitte. Noch einmal bitte. bitte wiederholen Sie. Bitte wiederholen Sie. ഓക്കെ, ഇനി ഒന്നും കൂടെ ഒന്ന് വായിച്ചേ. Entschuldigen Sie bitte. Entschuldigen Sie bitte. Sorry, ma'am, ഒരിക്കലും കൂടി പറയുമോ? Entschuldigen Sie bitte. Entschuldigen Sie bitte. Entschuldigen Sie bitte. Okay, correct. Entschuldigen Sie bitte. Entschuldigen Sie bitte. Okay. Entschuldigen bitte. Es tut mir leid. Es tut mir leid. Wie bitte. ഈ ഐന് വീണ്ടും കൂടെ ഒരു വേർഡിൽ വരുവാണെങ്കിൽ ആ രണ്ടാമത് വരുന്നത് ഇപ്പം ഐ കഴിഞ്ഞല്ലെങ്കിൽ അപ്പൊ ഈയുടെ സൗണ്ട് ആയിരിക്കും വി എന്നുള്ളത്. ഓക്കെ, ഇതിപ്പം ഐ
ഇ ഐ ആയിരുന്നെങ്കിൽ ആ ഐയുടെ സൗണ്ട് ആയിരുന്നേനെ. ഓക്കെ, അപ്പൊ അത് ഇതിപ്പോ വൈ എന്നായേനെ. ഇപ്പൊ ഇതിന്റെ സ്പെല്ലിങ് WEI ആയിരുന്നെങ്കിൽ ഇത് വായിക്കുന്നത് വൈ എന്നും ഐ ആയതുകൊണ്ട് വി എന്നുമാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സൗണ്ട് ഓർത്താൽ മതി ഏതാണ്. രണ്ടാമതുള്ള ലെറ്റർ ഇവിടെ ഇ ആയതുകൊണ്ട് വി എന്നുള്ള സൗണ്ട്. V bitte. Hmm. Nok, animal bitte. ആ Animal bitte. കറക്റ്റാ. Bitte with Holland C. പീറ്റർ വീഡർ ഹോളൻസ്. ഓക്കെ, നെക്സ്റ്റ് സ്പ്രഷൻസി ഡോയച്ച് എന്ന് വെച്ചാല് ഡോയച്ച് എന്ന് വെച്ചാൽ ജർമ്മൻ ആണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. ഓക്കെ, സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്പീക്ക്. അപ്പൊ നിങ്ങൾ ജർമ്മൻ സംസാരിക്കുവോ? സ്പ്രഷൻസി ഡോയച്ച്, ഡു യു സ്പീക്ക് ജർമ്മൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി നമ്മൾ ഇംഗ്ലീഷിന് പറയുന്നത് ഇംഗ്ലീഷ് എന്നാണ് ജർമ്മനിൽ പറയുന്നത്. ഓക്കെ, ഇക്ക് എയുടെ പ്രൊനൗൺസിയേഷൻ ആണെന്ന് ഇന്നലെ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഇത് വായിക്കുന്നത് ഇംഗ്ലീഷാ, ഇംഗ്ലീഷ് എന്നല്ല ഇംഗ്ലീഷ് എന്നാ. അതുപോലെ സ്പെല്ലിങ് ENGLISCH. ഓക്കെ, സ്പ്രഷൻസി ഡോയച്ച് അല്ലെങ്കിൽ സ്പ്രഷൻസി ഇംഗ്ലീഷ്. ഡു യു സ്പീക്ക് ജർമ്മൻ അല്ലെങ്കിൽ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് ചോദിക്കുന്നതാണ് സ്പ്രഷൻ സി ഡോയച്ച്. ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർ എന്നാണ് കേട്ടോ, ODER. ഞാൻ ഇങ്ങനെ അതിൽ എഴുതിയിട്ടില്ല, പറഞ്ഞപ്പോ പറഞ്ഞാണ്. ഓർന്ന് പറയുന്നത് ഓർഡർ എന്നാണ്, ODER. ഓക്കെ, സ്പ്രഷൻസി ഡോയച്ച് ഓർഡർ സ്പ്രഷൻസി ഇംഗ്ലീഷ്. ഡു യു സ്പീക്ക് ജർമ്മൻ ഓർ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്. ഇനി ഞാൻ സംസാരിക്കില്ലെന്നാണ് പറയുന്നതെങ്കിൽ ഇഷ് സ്പ്രഷെ കൈൻ ഡോയച്ച് എന്നാ പറയും. ഐ ഡോണ്ട് സ്പീക്ക് ജർമ്മൻ. ഓക്കെ, ഇഷ് എന്ന് പറഞ്ഞാൽ ഐ എന്നാ, സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക് എന്നാണ്. ഐ ഡോണ്ട് സ്പീക്ക് ജർമ്മൻ. ഇനി ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കില്ലെങ്കിൽ ഇഷ് സ്പ്രഷെ കൈൻ ഇംഗ്ലീഷ്. ഇനി ഞാൻ കുറച്ച് സംസാരിക്കുമെങ്കിൽ പറയുന്നത് ഇഷ് സ്പ്രഷെ എത്വാസ് ഡോയ്ച്ച്. എത്വാസ് എന്ന് വെച്ചാൽ കുറച്ച്, ലിറ്റിൽ ബിറ്റ് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇഷ് സ്പ്രഷെ എത്വാസ് ഡോയ്ച്ച് അല്ലെങ്കിൽ ഇഷ് സ്പ്രഷെ എത്വാസ് ഇംഗ്ലീഷ്. ഓക്കെ, നെക്സ്റ്റ് ഇഷ് ഫേർസ്റ്റേഹെ നിഷ്ട്. ഇഷ് ഫേർസ്റ്റേഹെ നിഷ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇഷ് വൈസ് നിഷ്ട്. ഇഷ് വൈസ് നിഷ്ട് എന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ. ഒന്നും കൂടി വായിക്കാം, ഏതെങ്കിലും വേർഡ് അറിയത്തില്ലെങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചോ. സ്പ്രഷൻസി ഡോയച്ച് ഓർഡർ സ്പ്രഷൻസി ഇംഗ്ലീഷ്. ഇഷ് സ്പ്രഷെ കൈൻ ഡോയച്ച് ഓർഡർ ഇഷ് സ്പ്രഷെ കൈൻ ഇംഗ്ലീഷ്. ഇഷ് സ്പ്രഷെ എത്വാസ് ഡോയച്ച്. ഇഷ് ഫേർസ്റ്റേഹെ നിഷ്ട്. ഇഷ് വൈസ് നിഷ്ട്. ഓക്കെ, വൈസിന്റെ സ്പെല്ലിംഗ് എന്താ? WIE ബീറ്റ സൈൻ. അത് ബി അല്ല, ബീറ്റ സൈൻ ആണ്. ബീറ്റ സൈന് SS സൗണ്ട് ആയതുകൊണ്ട് വൈസ് എന്ന് വായിക്കും. ഓക്കെ, ഏതെങ്കിലും സെന്റൻസിന്റെ വേർഡ് കിട്ടാത്തതുണ്ടോ? മാം അതിന് മുന്നിലുള്ള ഒന്നുകൂടി പറയൂ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇഷ് ഫർസ്റ്റേഹെ നിഷ്ട്. ഫർസ്റ്റേഹെ നിഷ്ട്. ഓക്കെ, ലിൻസിക്ക് എല്ലാം കിട്ടിയോ? ലിൻസി? ലാസ്റ്റത്തെ കിട്ടിയിട്ടില്ല. ഇഷ് വൈസ് നിഷ്. വൈസ് വൈസ് നിഷ്. മാനവ് കിട്ടിയോ അല്ല? Yes, ma'am. Kitti. നിതീഷ്? ദിയ? Ma'am. കിട്ടിയോ അല്ല? Yes, ma'am. Bitte. അതൊന്ന് വായിച്ചേ. Sprechen Deutsch oder sprechen Sie English? Ich spreche kein Deutsch oder ich spreche kein English. Ich spreche etwas Deutsch oder ich spreche etwas English. Ich ഇംഗ്ലീഷ്. English. English. ഇംഗ്ലീഷ്. English. Ich verstehe nicht. Ich weiß nicht. ഓക്കെ, ഗുഡ്. ആഷിഖ്? ആഷിഖ്? ഓക്കെ, എയർലിംഗ്?
Yes, ma'am. വായിച്ചു. Sprechen Sie Deutsch. Sprechen Sie Deutsch oder Englisch? Hmm. Ich spreche Deutsch oder Englisch? Ich spreche kein Deutsch. Ich spreche kein Deutsch oder Englisch. Ich spreche English. etwas. Okay. Ich spreche etwas Deutsch oder Englisch. Hmm. Ich verstehe nicht. Ich weiß nicht. Okay. Elsa. Sprechen Sie Deutsch Hmm. oder English? English. Okay. Ich spreche kein Ich spreche kein Deutsch. Hmm. Ich spreche etwas Deutsch. Hmm. Ich vers- Ich verstehe nicht. ich verstehe nicht. Ich weiß nicht. Okay. Kailas. Sprechen Sie Deutsch. Sprechen Sie Deutsch? Hmm. Ich sprechen Deutsch. Ich spreche kein Deutsch. Okay. Ich sprechen kein Deutsch. Hmm. Ich sprechen etwas Deutsch. Ich spreche അവിടെ എന്നില്ല. Okay. Ich spreche etwas Deutsch. Ich verstehe nicht. Ich verstehe nicht. ആ First, സ്ഥലത്ത് F ആക്കിയിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കേ. First. ich verstehe nicht. Hmm. Ich weiß nicht. Okay. Lindsay. Ich spreche, sprechen Sie Deutsch? Ich spreche kein Deutsch or English. Ich spreche etwas Deutsch or English. Hmm. Ich verstehe nicht. Ich verstehe nicht. Ich weiß nicht. Okay. Manav. Sprechen Sie Deutsch oder Englisch? Ich spreche kein Deutsch oder Englisch. English. Englisch. Ich spreche etwas Deutsch oder Englisch. Ich verstehe nicht. Ich weiß nicht. Okay. Neelambari. Sprechen Sie Deutsch oder sprechen Sie Englisch? Ich sprechen kein Deutsch oder ich sprechen kein Englisch. Ich spreche etwas. അവിടെ എന്നില്ല. ഓക്കെ. ഐ എന്ന് പറയുമ്പോൾ അതൊരു വെർബിന്റെ കോൺജുഗേഷൻ. അത് ഇനിയുള്ള ക്ലാസ്സിൽ പറയാം. അവിടെ ഇപ്പം സ്പ്രഷേന്നേ ഉള്ളൂ. ഓക്കെ. ഈ സ്പ്രഷേന്നേ ഉള്ളൂ. ഈ Okay. സ്പ്രഷേ കണ്ടു. Ich spreche etwas Deutsch oder ich spreche etwas Englisch. Ich verstehe nicht. Ich weiß nicht. ഓക്കെ. നെക്സ്റ്റ് കൈനെ ആനുങ്. കൈനെ ആനുങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഐഡിയ എന്നാ. നമ്മൾ ഇന്നലെ ആൽഫബറ്റ്സ് പഠിച്ചപ്പോൾ ഐഡിയക്ക് വേറൊരു വേർഡ് പറഞ്ഞിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? Ide. ഈടെ. ഈടെ എന്ന് പറഞ്ഞാലും ഐഡിയ എന്നാണ്. ആനുങ് എന്ന് പറഞ്ഞാലും ഐഡിയ എന്ന് തന്നെയാ. ഓക്കെ. കൈനെ ഈടെ അല്ലെങ്കിൽ കൈനെ ആനുങ് എന്ന് പറഞ്ഞാൽ നോ ഐഡിയ. ഇനി നെക്സ്റ്റ് കൈൻ പ്രോബ്ലം. നോ പ്രോബ്ലം എന്നാ. കൈൻ പ്രോബ്ലം സ്പെല്ലിംഗ് കറക്റ്റ് ആണ്, പക്ഷെ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാ? കൈൻ പ്രോബ്ലം. ഓക്കെ. ഇനി ജസ്റ്റ് എ മൊമെന്റ് പ്ലീസ് എന്ന് പറയുന്നത് einen Moment bitte. Einen Moment bitte.
ഇനി നമ്മൾ യെസ് നോവ് മേ ബി അത് പറയുന്ന യെസ് പറയുന്നത് യാ എന്നാണ് പറയുന്നത്. സ്പെല്ലിംഗ് എങ്ങനെയാ? JA. ഓക്കെ, ജെയ്ക്ക് വൈയുടെ പ്രൊനൗൺസിയേഷൻ ആണ് നമുക്കറിയാം. അപ്പൊ ഇത് വായിക്കുന്നത് യാ. ഇനി നോ, നൈൻ, നൈൻ. ഓക്കെ, മേ ബി പറയുന്നത് ഫിലൈഷ്ഡ്, ഫിലൈഷ്ഡ്. ഓക്കെ, കൈനെ ആനും, കൈൻ പ്രോബ്ലം, einen Moment bitte, ja, nein, vielleicht. ഓക്കെ, ഇനി നമ്മൾ ഹൂ ആർ യു എന്ന് ചോദിക്കുന്നത്, അത് ചോദിക്കുന്നത് വേർ ബിസ്റ്റ് ദു, വേർ ബിസ്റ്റ് ദു, ഹൂ ആർ യു. ഇനി വാട്ട് ഈസ് യുവർ നെയിം, അത് ചോദിക്കുന്നത് വി ഹൈസൻ സി, വി ഹൈസൻ സി, HEI ബീറ്റ സൈൻ EN, വി ഹൈസൻ സി. ഇത് ഫോർമൽ ആണ്. ഈ സി കൂട്ടി വരുന്നതെല്ലാം ഫോർമലാണ് കേട്ടോ. അതിന്റെ അർത്ഥം യു എന്ന് തന്നെയാണ്, പക്ഷെങ്കിൽ അത് നമ്മൾ റെസ്പെക്ട് കൂട്ടി സംസാരിക്കും. നമ്മൾ നമ്മളെക്കാളും മുതിർന്ന ആളുകളോടൊക്കെ സംസാരിക്കുമ്പോഴാണ് ഈ സി ഫോം യൂസ് ചെയ്തത്. ഇതിന്റെ എസ് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും, വി ഹൈസൻ സി. ഇനി ഇതേ ക്വസ്റ്റ്യന് നമ്മൾ ഇൻഫോർമലി ചോദിക്കാം. അപ്പൊ നമ്മൾ പറയുന്നത് വി ഹൈസ്റ്റ് ദു എന്നാ, വി ഹൈസ്റ്റ് ദു. ഇനി നമ്മൾ നമ്മുടെ പേര് പറയുന്നത് ഇഷ് ഹൈസെ, നമ്മുടെ പേര് ഇഷ് ഹൈസെ മേരി, അല്ലെങ്കിൽ മൈൻ നാമെ ഈസ്റ്റ് മേരി. ഒന്നുകൂടി പറയാം, വേർ ബിസ് ദു എന്ന് വെച്ചാൽ ഹൂ ആർ യു, നിങ്ങൾ ആരാണ്. ഇനി പേര് ചോദിക്കുന്നത് വി ഹൈസൻ സി, ഇതൊരു ഫോർമൽ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇതിന്റെ എസ്, സി എന്നുള്ളതിന്റെ എസ് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഇൻഫോർമലി ചോദിക്കുന്നത് വി ഹൈസ്റ്റ് ദു എന്നാ. ഓക്കെ, സി എന്ന് വെച്ചാലും ദു എന്ന് വെച്ചാലും യു എന്ന് തന്നെ അർത്ഥം. സി ഫോർമലും ദു ഇൻഫോർമലും. ഇനി നമ്മൾ ആൻസർ പറയുന്നത് ഇഷ് ഹൈസെ നമ്മുടെ പേര്, ഓക്കെ, അല്ലെങ്കിൽ മൈ നാമെ ഈസ്റ്റ് നമ്മുടെ പേര്, അല്ലെങ്കിൽ ഇഷ് ബിൻ എന്ന് പറയാം, ഐ ആം എന്നും പറയാം കേട്ടോ. ഇഷ് ബിൻ നിജ, അങ്ങനെ. കൈനെ ആനും, കൈൻ പ്രോബ്ലം, einen Moment bitte, ja, nein, vielleicht, wer bist du, wie heißen sie, wie heißt du, ich heiße Mary, mein Name ist Mary. മാന ഒന്ന് വായിച്ചേ. കൈനെ ആനും, കൈൻ പ്രോബ്ലം, einen Moment bitte, ja, nein, vielleicht. Vielleicht. Wo bist du? Wie heißen sie? Wie heißt du? Ich habe hier mein. ശൈത്യ മാനം. ഓക്കെ, നിരഞ്ജന. നിരഞ്ജന, മുഹമ്മദ് സൈഫ്. Yes. വായിച്ചു. Hello. ആ ഓക്കെ, മുഹമ്മദ് വായിച്ചു കഴിഞ്ഞിട്ട് എന്നാ നിരഞ്ജന വായിക്കും. ഓക്കെ, ആ മുഹമ്മദ് വായിച്ചോ. Kayne, കൈനെ ആനും. no idea. Kain problem, no problem. കൈൻ പ്രോബ്ലേം. Kain problem. Kain problem, no problem. Einen Moment bitte, just a moment please. Ja means yeah. യാ. Yeah. Yeah, yes. Nein, no. അതെന്താ വായിച്ചത്? Vielleicht. 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 Maybe. Where bist du? Who are you? Where hasten say? What's your name? Where hasten do? What's your name informal? Is Tracy Mary? അല്ലെങ്കിൽ മൈ നാം ഈസ് മേരി. My name is Mary. ഓക്കെ, നിരഞ്ജന.
നിരഞ്ജന, ആഷിഖ്, Kaine Anu, no idea. Kind problem, no problem. Kind Kaine- problem. Kind problem. Einen Moment bitte. Just a moment, please. Ja, yes. Nein, no. Vielleicht, maybe. Vielleicht. Where bist vielleicht? Vielleicht, maybe. Where bist du? Who are you? Wie heißen Sie? What's your name? Wie heißt du? What's your name in formal? Ich heiße Mary. Mein Name ist Mary. Okay. നീലാംബരി, Kaine Anu, no idea. Kind problem, no problem. Einen Moment bitte, just a moment please. Yeah, yes. Nein, no. Vielleicht, maybe. Where bist du? Who are you? We heiße Sie, what is your name? heißen Sie. We heißen Sie, what is your name? We heißt du, informal ചോദിക്കുന്ന. പിന്നെ ich heiße Mary. My name is. Wait, okay. ലിൻസി, ലിൻസി, Amen. വായിച്ചു. Kaine Anu. Kind problem. Problem. Yes. Kind. Einem Moment bitte. Einen Moment Ja. bitte. Einen Moment bitte. Ja. Nein. Vielleicht. 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 Wer bist du? Wer Sie? Wie heißen Sie? Wie heißt Wer heißen Sie? Wer bist du? Wie heißt du? Wie heißt du? Oh. Wer heißen Sie? Wie heißt du? Wer അല്ല wie, wie. Wie. Wie heißt du? Ich heiße Mary. Mein Name ist Mary. Okay. Erling, Yes, ma'am. വായിച്ചു. Kaine Anu, no idea. Kind problem, no problem. Einen Moment bitte, just a moment please. Yeah, yes. Nein, no. Vielleicht, maybe. Where bist du? Who are you? Where Heinz, Wie. we Heinz, Wie Heinz, heißen where we heißen Sie? Wie heißt sie? Du? Ich heiße Mary. heiße Mary. Mein Name, Mein mein Name mein Name ist Mary. ഈസ്റ്റ്. East. നമ്മൾ ഇംഗ്ലീഷിൽ ഈസ്റ്റ് പറയത്തില്ലേ, അത് തന്നെ ഇത്. ടീയും കൂടി ഇടുന്നതേ ഈസ്റ്റ്. Okay. മൈ നെയിം ഈസ് മിനി. നെക്സ്റ്റ് നമ്മൾ ഹൗ ആർ യു ചോദിക്കുന്നതാണ്. ഹൗ ആർ യു ചോദിക്കുന്നത് വി ഗേറ്റ് എസ് ഡിയർ. വി ഗേറ്റ് എസ് ഡിയർ. ഓക്കെ, ഇതൊരു ഇൻഫോർമൽ ആണ്. ഇനി ഇതിന് ആൻസർ നമ്മൾ പറയുന്നത് എസ് ഗേറ്റ് മിയർ ഗുഡ് ഡാങ്കെ und ഡിയർ. ഓക്കെ, ഐ ആം ഗുഡ്, താങ്ക് യു ആൻഡ് യു. വി ഗേറ്റ് എസ് ഡിയർ, എസ് ഗേറ്റ് മിയർ ഗുഡ് ഡാങ്കെ und ഡിയർ. ഓക്കെ, ഇനി ഐ ആം ഓൾസോ ഫൈൻ പറയുന്നത് മിയർ ഗേറ്റസ് ഔഫ് ഗുഡ്. ഔഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾസോ എന്ന്. അപ്പം ഞാനും സുഖമായിട്ടിരിക്കുന്നു. മിയർ ഗേറ്റസ് ഔഫ് ഗുഡ്. ഓക്കെ, മാം ആദ്യത്തെ രണ്ടെണ്ണം ഒന്നുകൂടി പറയൂ. പറയാം. വി ഗേറ്റ് എസ് ഡിയർ. വി ഗേറ്റ് എസ്
dear. Okay. S gate near good. I am fine. Danke. Thank you. ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് എന്ന ആൻഡ് യു und dear. Wie geht es dir? Es geht mir gut. Danke und dir. Mir geht es auch gut. I am also fine. നീലാംബരി എന്ന് പറഞ്ഞേ. എനിക്ക് ആദ്യത്തെ രണ്ടെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കി എഴുതിയെടുക്കാൻ പറ്റില്ല. വി 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 ഗേറ്റ് എസ് ഡീർ, എസ് ഗേറ്റ് മിയർ ഗുഡ്, ഡാങ്കെ und dear. ഡിയർ 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 പിന്നെ മിയർ ഗേറ്റ് എസ് ഔ ഗുഡ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ നീലാംബരിയോട് ചോദിക്കാം. വി ഗേറ്റ് ഇസ് ഡിയർ. എസ് ഗേറ്റ് മിയർ ഗുഡ്, ഡാങ്കെ und dear. മിയർ ഗേറ്റ് ഇസ് ഔട്ട്. കിട്ടിയോ പ്രൊനൗൺസിയേഷൻ എല്ലാത്തിന്റെ? ഓക്കെ. നെക്സ്റ്റ് റൈറ്റ്. റൈറ്റിന് പറയുന്നത് റിഷ്ടിഷ് എന്ന, റിഷ്ടിഷ്. ഓക്കെ. ഫോൾസിന് പറയുന്നത് ഫാൾഷ്. റിഷ്ടിഷ്, ഫാൾഷ്. ഓക്കെ. ഇനി നമ്മളിപ്പം ഹൗ ആർ യു ഇപ്പൊ പറഞ്ഞത് ഇൻഫോർമല. ഇത് ഫോർമലി ചോദിക്കാനായിട്ട് ആ ഡിയർ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ഈനൻ എന്ന് ചേർത്താൽ മതി. IHNEN, ഈനൻ. ഓക്കെ. ഇതിന്റെ ഐ ക്യാപിറ്റലാ. ഓക്കെ. മുമ്പ് നമ്മൾ വി ഗേറ്റ് ഇസ് ഡിയർ ചോദിച്ചു. ഫോർമലി ചോദിക്കുന്നത് വി ഗേറ്റ് ഇസ് ഈനൻ എന്നാ. ഡിയർ മാറ്റിയിട്ട് അവിടെ ഈനൻ ചേർത്താൽ മതി. ഇതിന്റെ ഐ ക്യാപിറ്റലാ. ഇനി ഉത്തരം പറയുമ്പോഴും എസ് ഗേറ്റ് മിയർ ഗുഡ്, ഡാങ്കെ und ഈനൻ. അവിടെ ഡിയർ മാറ്റിയിട്ട് ഈനൻ ചേർത്താൽ മതി. ഓക്കെ. ഈ ഫോർമൽ പറയുന്ന ആരുടെ അടുത്താണ്? നമ്മളെക്കാളും പ്രായം കൂടുതലുള്ളവരുടെ, അല്ലെ നമ്മൾ റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കേണ്ടവരുടെ അടുത്താണ് ഈനൻ പറയുന്നത്. ഡിയർ പറയുന്നത് നമ്മളവിടെ ഫ്രണ്ട്സിന്റെ അടുത്ത് കാഷ്വൽ ആയിട്ടൊക്കെ സംസാരിക്കണം. ഓക്കെ. പിന്നെ ഐ ആം ഓൾസോ ഫൈൻ, ഫോർമലോ ഇൻഫോർമലോ ഒന്നും ചേഞ്ച് ചെയ്യാണ്ട് അത് തന്നെയാണ്. മിയർ ഗേറ്റ് ഇസ് ഔട്ട് ഗുഡ് എന്ന് തന്നെ. ഓക്കെ. നീലാംബരി ഒന്ന് പറഞ്ഞേ. വി ഗേറ്റ് ഇസ് ഈനൻ. എസ് ഗേറ്റ് മിയർ ഗുഡ്, ഡാങ്കെ und ഈനൻ. മിയർ ഗേറ്റ് ഇസ് ഔട്ട് ഗുഡ്. ഓക്കെ. റൈറ്റും ഫോൾസും എങ്ങനെയാ പറയുന്നത്? റിഷ്ടിഷ്, ഫാൾഷ്. ഫാൾസ്. ഓക്കെ. ഇനി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പേര് ചോദിക്കണം. പിന്നെ ഹൗ ആർ യു ചോദിക്കണം ജർമ്മനിൽ. ഓക്കെ. ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഫസ്റ്റ് ആഷിഖ് ഉണ്ട് എയർലിൻ. പേര് ചോദിക്കുക, രണ്ടുപേരും ചോദിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പേര് ചോദിക്കുക, പേര് പറയാ, പിന്നെ ഹൗ ആർ യു ചോദിക്കുക, അതിന് ആൻസറും പറയാം. ഓക്കെ. എയർലിൻ ഉണ്ട് ആഷിഖ്. ചോദിച്ചോ. Hyacinth. Meine Name is Erlin. ഇനി ആരും ചോദിക്കും തിരിച്ചു. Wie heißen Sie? വേ അല്ല വി വി. Wie heißen Sie? Ich heiße Ashik. ഓക്കെ. ഇനി ഹൗ ആർ യു? Wie geht es dir? Es geht mir gut, danke. Und dir? Mir gut, danke. മിയർ ഗേറ്റ് ഇസ് ഗുഡ്. മിയർ ഗേറ്റ് ഇസ് Mir geht es auch gut, danke. ഓക്കെ. നെക്സ്റ്റ് ദിയ ഉണ്ട് എൽസ. ദിയ, ദിയ റോസ്. Yes, ma'am. ചോദിച്ചോ. എൽസ ചോദിച്ചേ. Ich heiße Elsa. Wie heißen Sie? Ich heiße Dia. ഇഷ് ഹൈസേ. Ich heiße Dia. ഹൗ ആർ യു? Wie geht es dir?
Es geht mir gut, danke und dir. Thank you. എൽസ ഉൺ ഡിയർ ചോദിച്ചു. അപ്പൊ എന്താ പറയുന്നത്? ഐ എം ഓൾസോ ഫൈൻ എങ്ങനെ പറയുന്നത്? Mir geht es ഔഫ് ഗുഡ്. auch gut. ഓക്കെ. നെക്സ്റ്റ് കൈലാസ് und ലിൻസി. Ich heiße Lindsay. Wie ich heiße Lindsay. Wie heißen Sie? My name is Kailas. മൈ നാം ഈസ്. My name is Kailas. ഹൗ ആർ യു? Wie geht es dir? വി ഗെറ്റ് ഇസ് ഡിയർ. Wie geht es dir? Es geht mir gut, danke und dir. Mir geht es auch gut. ഓക്കെ. നെക്സ്റ്റ് മാനവ് und സേഫ്. Hello. Hello. Where is it? It's like an order. You get it too. My name is Sweet. You get it too. Hello. Hello. We get it's deal. മാനവ് പറയുന്നത് ശരിക്ക് കേൾക്കുന്നില്ല. ഇപ്പൊ കേട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ കേട്ട് പറഞ്ഞില്ലേ ഞാൻ സൗണ്ട് ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് നീലാംബരി und നിരഞ്ജന. Wie heißen Sie? നീലാംബരി. My name is Neelambari. മൈ നാം ഈസ്. My name is Neelambari. തിരിച്ച് നിരഞ്ജനോട് ചോദിക്കും. Wie heißen Sie? Mein Name ist Niranjana. Wie geht es dir? Es geht mir gut, danke und dir. നിരഞ്ജന എന്താ പറഞ്ഞേ? ക്വസ്റ്റ്യൻ ചോദിക്കാനാണോ മാഡം? നീലാംബരി How are you? നീലാംബരി ചോദിച്ചു. Es geht mir gut. Es geht mir gut. I'm good, dear. Wie geht es dir? മാമിന് എന്താ പറയണ്ടേ? കേക്ക് നിരഞ്ജനയുടെ നെറ്റിന്റെ പ്രോബ്ലം. ആക്ച്വലി നീലാംബരിയാ ചോദിച്ചത് ക്വസ്റ്റ്യൻ. ഓക്കെ. ഐ എം ഓൾസോ ഫൈൻ എങ്ങനെയാ പറഞ്ഞത് നിരഞ്ജന? So, mir geht es auch gut. ഓക്കെ. Good. അപ്പൊ ഇന്നത്തെ പറഞ്ഞത് ഹോയ്ഫിഗർ റേഡമിറ്റേഴ്സ് എല്ലാം മനസ്സിലായോ? ഏതെങ്കിലും സെന്റൻസിന്റെയോ വേർഡിന്റെയോ പ്രൊനൗൺസിയേഷൻ ഡൗട്ട് ഉണ്ടോ? മുഹമ്മദ് സെയ്ഫ് എല്ലാം ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെ. കൈലാസ്. ലാസ്റ്റ് ആ നോട്ടിന്റെ ലാസ്റ്റ് സംഭവം ഇല്ലേ? വേഗത്തെ അതെന്തുവാ?
വി ഗേറ്റ് ഇസ് ഈനൻ. അത് ഹൗ ആർ യു ചോദിക്കുന്നത് ഫോർമലി ചോദിക്കുന്നത്. വി ഗേറ്റ് ഇസ് ഡിയർ എന്ന് പറയുന്നത് ഇൻഫോർമല്. ഓക്കെ, ഇനി ഫോർമലി നമ്മൾ റെസ്പെക്ട് കൂട്ടി സംസാരിക്കുന്ന, നമ്മളെക്കാളും മുതിർന്ന ആളുകളുടെ അടുത്ത് സംസാരിക്കുന്നത് ഫോർമലി സംസാരിക്കുന്നത് അത് വി ഗേറ്റ് ഇസ് ഈനൻ. ആ ഡിയർ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ഈനൻ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഫോർമലാ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈനൻ ഈനാണോ? ഈനൻ, ഈനൻ അതിന്റെ ഐ ക്യാപിറ്റൽ ആയിരിക്കണം. IHNEN. ഓക്കെ, ഈനൻ എന്നാണ് ഇത് വായിക്കുന്നത്. അപ്പൊ എസ് ഗേറ്റ് മിയർ ഗുഡ് ഡാങ്കെ ഉണ്ട് ഈനൻ. ഐ ആം ഓൾസോ ഫൈൻ എന്നുള്ളത് രണ്ടും സെയിം. മിയർ ഗേറ്റ് ഇസ് ഓഫ് ഗുഡ് എന്ന് തന്നെ. ഓക്കെ, ഡിയർ ഇൻഫോർമല്, ഈനൻ ഫോർമൽ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നാളെ ബെഗ്രൂസൂങ്കനും ആൽഫബറ്റ്സും ഹോയ്ഫിഗർ ഏഡമിറ്റലും എല്ലാവരും പഠിച്ചിട്ട് വരണം. ഓക്കെ ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ദിസ് മോർഗൻ ഷ്യൂസ് ഗുഡ് ആൻഡ് നൈറ്റ്. Good night. Vitation.